എനിക്ക് ബർഗറിൽ ആരോ എന്തോ തന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. എന്താ വെച്ചാൽ ഇന്നലെ ഞാനൊരു ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫാൻ എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് തന്നെ. അപ്പം ഇന്നലെ ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നും ഒരു കൊതി സെയിം ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട്. കെച്ചപ്പില്ലേടാ? കെച്ചപ്പുണ്ട്. അപ്പോൾ സമയം 10 മണി കേട്ടോ, രാത്രി 10 മണിയായി. അപ്പോൾ ഞാൻ വന്ന് എനിക്കൊരു ബർഗർ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ബർഗറും പെപ്സി മേടിച്ച് കൊണ്ട് തന്നതാണ്. പെപ്സി അങ്ങനെ കുടിക്കണം. ഗ്യാസ് പിന്നീട് ഗ്യാസ്. അപ്പം അങ്ങനെയാണ്. ഇന്നലെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിരുന്നു, പക്ഷേ ബാക്കിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു ബർഗർ വേണമെന്ന് പറഞ്ഞ് അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ പോയിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് വാങ്ങിത്തരുന്നതാണ്. അപ്പം നിങ്ങളോട് എല്ലാവരോടും സമ്മതം ചോദിച്ചിട്ട് ഞാൻ ഇത് കഴിക്കട്ടെ. ഒന്നാമത് സോഫ്റ്റ് ബന്നാണ്, അവിടെ തന്നെ മേക്ക് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ചിലതൊരു ഹാർഡായിട്ട് തോന്നും. ബന്നിനൊരു വ്യത്യാസം ഉണ്ടടേയും, ഒരു യെല്ലോ കളറിലാണ് വരുന്നത്. അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ചീസ് ബർഗർ കേട്ടോ. എനിക്ക് ബർഗർ തിന്നണമെങ്കിൽ കെച്ചപ്പ് നിർബന്ധ. അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ്. പിന്നെ എൻ്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്, മാറിയോ എന്നൊക്കെ ചോദിക്കുന്നവരോട് മാറി, നല്ല ബെറ്ററുണ്ട്. നല്ല ബെറ്ററുണ്ടെങ്കിൽ നല്ല മാറ്റമുണ്ട്. പെപ്സിയും ബർഗറും നല്ല കോമ്പിനേഷൻ അല്ലേ? രണ്ടോ ചോടിയുള്ളൂ റെസ്റ്റ് കഴിഞ്ഞ് മരിക്കാനുള്ളതാവും. അപ്പം റെസ്റ്റ് നോൺ വെജ് കൊണ്ടായിട്ട് ഉഷാറാക്കുക. ഉച്ചക്ക് കോഴി ബിരിയാണി ആയി, ഇപ്പതാ ബർഗർ. അങ്ങനെ മാസത്തിൽ എനിക്കൊരു ബ്രേക്ക് കിട്ടുന്നത് പീരീഡ്സിൻ്റെ 7 days ആണ്. 7 അല്ല 10 days ഞാൻ എടുക്കാറുണ്ട്. ആ ഒരു സമയം എൻ്റെ ഇഷ്ടം പോലെ കേട്ടോ. മറ്റ് എന്താ പറയുക, വരയ്ക്കാനുള്ളപ്പോൾ അതിൻ്റേതായ ചിട്ടയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പം എന്താ പറയുക, ദിവസം 3-4 കുളി, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രീ ബേഡായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ മാക്സിമം എൻജോയ് ചെയ്യുന്നു. അതാണ് നമുക്ക് വേണേൽ കുളിക്കുന്ന എനിക്കൊന്നും ചെയ്യാണ്ട് വരയ്ക്കാം കേട്ടോ. പക്ഷേ അതല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് വെറും ഒരു ഫോട്ടോ ആണത്. മറ്റൊരാളെ കയ്യിലെത്തുമ്പം അതൊരു ദൈവമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തിയിലും മെനയിലൊക്കെ വേണം ആ ഫോട്ടോ വരയ്ക്കാനും. അപ്പം ഞാൻ വീട്ടിൽ ചിക്കനോ മീനോ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്, തലയടക്കം നനച്ച് കുളിച്ചിട്ടേ പിന്നീട് ഞാൻ വരയ്ക്കാനിരിക്കാറുള്ളൂ. അതേപോലെ എനിക്കറിയില്ല കേട്ടോ, എന്തോ തൊട്ട് തീണ്ടല്ലോ, എന്തോ പ്രശ്നമുണ്ടോ അല്ലേ, അത് എന്താ സംഭവം എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം അരുണിൻ്റെ അമ്മയോ അല്ലെ അരുണോ
ഞാൻ കുളിച്ച് വന്നാൽ അവർക്ക് അമ്പലത്തിൽ നിന്നൊരു വെള്ളം കിട്ടും, എന്താ തുളസി അങ്ങ് ഇട്ടിട്ടില്ല. ആ വെള്ളം ഞാൻ വരയ്ക്കാനിരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ആ പെയിൻറ്റിൻ്റെ അടുത്തും മേശൻ്റെ അടുത്തും കസേരൻ്റെ അടുത്തൊക്കെ ഒന്ന് അവരവരെ വിശ്വാസപ്രകാരം തളിക്കും കേട്ടോ. എന്നതിന് ശേഷം എന്നെ അവിടെ വരയ്ക്കാനിരിക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് പോകുമ്പം എനിക്ക് ഈ മതത്തിലേക്ക് പോയിക്കൂടെ എന്നിപ്പം കമൻറ്റ് വരും. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ജോലിയിൽ കള്ളത്തരം കാണിച്ചാൽ നമുക്കത് മുന്നോട്ട് പോകില്ല. നേരെ മറിച്ച് നമ്മൾ എത്രത്തോളം സത്യസന്ധത അവിടെ കാണിക്കുന്നതോ അത്രത്തോളം നമുക്ക് ആ ജോലിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ പോലീസുകാർ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ആണുങ്ങളുടെ വേഷം പെണ്ണുങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് മതപരമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ പോലീസ് വേഷം പലരും സ്വീകരിക്കുന്നുണ്ട്. അത് അവരുടെ ജോലിയാണ്, അവരത് ജോലിയായിട്ടാണ് കാണുന്നത്. ഡോക്ടർ, ആണുങ്ങൾ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് ഉണ്ടാവരുത് ഇതൊക്കെ പറയാറുണ്ട്. കാരണം അന്യ സ്ത്രീകളുടെ ഇത് കാണുന്നതല്ലേ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അവരവരുടെ ജോലിയായിട്ടാണ് എടുക്കുന്നത്. അതേപോലെ തന്നെയാണ് എനിക്കെൻ്റെ ജോലിയും. ഞാൻ എൻ്റെ ജോലി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നു. എന്ന് വെച്ച് വീട്ടിൽ ചിക്കനും മീനൊന്നും കുക്ക് ചെയ്യാതെയും ഞാൻ കഴിക്കാതെയും ഒന്നും നിൽക്കാറില്ല. കഴിക്കും, കുക്ക് ചെയ്യും. പക്ഷേ എൻ്റെ വരയുടെ സ്പേസിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ചിട്ടാവട്ടങ്ങൾ അല്ലെ ആ ഒരു കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടേ വരാറുള്ളൂ എന്നേ ഉള്ളൂ. അല്ലാതെ മുമ്പ് ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. എന്നെ മുമ്പ് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ഞാൻ വെറും വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുള്ളായിരുന്നു കേട്ടോ. പക്ഷേ അത് എൻ്റെ മോള് കുറച്ചുകൂടി ചെറുതായിരുന്നു, എനിക്ക് ഭയങ്കര ട്രാജഡി ആയിട്ട് വന്നു. ഞാൻ വെജിറ്റേറിയനെ കഴിക്കുന്നത് കണ്ടിട്ട് മോൾക്കും അത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പം കുട്ടിക്ക് ഈ എന്താ പറ്റേ വിറ്റാമിൻ അയണിൻ്റെ എന്തോ ഒരു കുറവിൻ്റെ ഇത് പറഞ്ഞു. ഈ മീനൊന്നും കഴിക്കുന്നില്ലല്ലോ. അങ്ങനെ ഇവിടെ സ്വപ്ന ഡോക്ടറുണ്ട്. സ്വപ്ന ഡോക്ടർ വന്ന് ചിക്കനും മീനൊക്കെ കുറേശ്ശെ കൊടുക്കണം എന്നാണ്. അപ്പോൾ അവൾ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഉമ്മ കഴിക്കുന്നില്ലല്ലോ എനിക്കും വേണ്ടാന്ന്. അപ്പോൾ ഉമ്മ കഴിക്കുന്നില്ലല്ലോ എനിക്കും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പം എൻ്റെ മക്കളെ ഞാൻ നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കനും മീനും വീട്ടിൽ കുക്ക് ചെയ്യലും തുടങ്ങി, കഴിക്കലും തുടങ്ങി. അതാണ്. അപ്പം അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. അപ്പം ഞാനിത് ഫിനിഷ് ചെയ്തിട്ടോ. കുടിച്ചിട്ടുണ്ട് കഴിക്കാൻ, വെറുതെ നിങ്ങളെ ബോറടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.